CTക്ക് ശേഷം മറ്റ് കാര്യങ്ങൾ കൂടി പരിശോധിച്ചിട്ട് വീണ്ടും അവരുമായിട്ട് കൺസൾട്ട് ചെയ്യുന്നതായിരിക്കും. കൊണ്ടുപോകുന്നതിനേക്കാളും മെച്ചപ്പെട്ട ഒരു സ്ഥിതിയിലേക്കാണുള്ളത്. ഇനിയിപ്പോൾ മറ്റ് കാര്യങ്ങളെ സംബന്ധിച്ച് 11 മണിയോടുകൂടി CTക്ക് ശേഷം ഹോസ്പിറ്റലിൽ വേണ്ടൊരു മെഡിക്കൽ ബുള്ളറ്റിൻ അവർ പുറത്തിറക്കുന്നുണ്ട്. അപ്പോൾ അതിൽ വിശദമായിട്ടുള്ള ആരോഗ്യ സംബന്ധമായ കാര്യങ്ങൾ അവർ വ്യക്തമാക്കുന്നതായിരിക്കും ഉചിതം. നേരത്തെ തലച്ചോറിനുള്ള ഇതായിട്ട് നമ്മൾ കുറേ കൂടി കണ്ടിരുന്നത്. അപ്പോൾ അതിപ്പോൾ ഏകദേശം കൺട്രോളായിട്ടാണ് നിൽക്കുന്നത്. സർജിക്കൽ ഇൻ്റർവെൻഷൻ വേണ്ടതില്ല എന്ന നിലപാട് തന്നെയാണ് കോട്ടയത്തെയും ഇവിടത്തെയും അതുപോലെ ഞങ്ങളെല്ലാം ബന്ധപ്പെട്ട വിദഗ്ധ ഡോക്ടർമാരുടെ അഭിപ്രായം എന്നുള്ളത്. ലങ്ങിനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ചികിത്സയാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ അത് കുറച്ച് സമയമെടുക്കുന്ന പ്രക്രിയയായിരിക്കും. നല്ല രീതിയിലുള്ള ചികിത്സാ സംവിധാനങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോകുന്നുണ്ട്. ഞാനും ഹൈബിയും മെഡിക്കൽ സൂപ്രണ്ടും ചികിത്സിക്കുന്ന ന്യൂറോ സർജൻ ഉൾപ്പെടെയുള്ള ഡോക്ടർമാരുമായിട്ട് ചർച്ച ചെയ്തിരുന്നു. CTക്ക് ശേഷം വീണ്ടും അവരുമായിട്ട് സംസാരിക്കുന്നതായിരിക്കും. ഏറ്റവും മെച്ചപ്പെട്ട രൂപത്തിലുള്ള ചികിത്സാ സംവിധാനങ്ങൾ ഇപ്പോൾ തുടരുന്നുണ്ട്. ഇപ്പോഴത്തെ CT സ്കാനിങ് കഴിയുമ്പോൾ ഇപ്പോൾ വീണ്ടും CTക്ക് കയറ്റിയിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ റിസൾട്ടിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ ഉള്ള രീതി തന്നെ തുടരണോ, വേറെ എന്തെങ്കിലും ഇൻ്റർവെൻഷൻസ് ആവശ്യമാണോ എന്ന കാര്യം കൂടി അവർ ചർച്ച ചെയ്ത് തീരുമാനിക്കും. അതിനു കൂടി ശേഷമായിരിക്കും മെഡിക്കൽ ബുള്ളറ്റിനും പുറത്തേക്ക് ഇറങ്ങുന്നത്. അതിപ്പോൾ ഇന്നലെ എന്താ വിദഗ്ധ സംഘം എത്തി. പിന്നെ ഇപ്പോഴത്തെ ഒരു സൗകര്യം ഈ റിസൾട്ട് കിട്ടുമ്പോൾ തന്നെ അയച്ചു കൊടുക്കാമല്ലോ. അപ്പോൾ ഇവരുമായിട്ടും ആശയവിനിമയം നടത്തും. ഞങ്ങളിപ്പോൾ ആസ്റ്ററിലെ ഡോക്ടർ ദിലീപ് പണിക്കർ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ആളുകൾ ഇന്നലെ തന്നെ ഞങ്ങൾ രണ്ടുപേരും സംസാരിച്ചിരുന്നു. ഇന്നിപ്പോൾ CTക്ക് ശേഷം അവർക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിദഗ്ധ ഡോക്ടർമാർക്ക് എല്ലാവർക്കും ഇത്തരം കാര്യങ്ങൾ കൊടുത്ത് അവരുടെ കൂടി അഭിപ്രായം പരിഗണിച്ച് ഒരു ബോർഡ് രൂപീകരിച്ചിട്ടുണ്ട്. അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടായിരിക്കും കാര്യങ്ങൾ ചികിത്സാ രീതി തീരുമാനിക്കുക. കുറച്ച് സമയം ആവശ്യമായി വരും എന്ന് തന്നെയാണ് കാണുന്നത്. അവർ പോയി അവർ മെഡിക്കൽ കോളേജ് സംഘമാണല്ലോ. അവർക്കിപ്പോൾ ഇന്നലെ രാത്രി അവർക്ക് ഇവിടെ തുടരാം എന്ന് പറഞ്ഞിരുന്നെങ്കിലും രാവിലെ തന്നെ അവർക്ക് കോട്ടയത്താകുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, ജയകുമാർ ഡോക്ടർക്ക് ഒത്തിരി തിരക്കുള്ള ഡോക്ടർമാരാണ്. അവിടുത്തെ പേഷ്യൻസിനെയും ബാധിക്കാതെ അവർ 12 മണിക്ക് 12:30 വരെ ഞാൻ സംസാരിച്ചിരുന്നു. രാത്രി ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം അവർ തിരിച്ചു പോയി. റിസൾട്ട് കിട്ടിക്കഴിയുമ്പോൾ അവരുമായിട്ട് ആശയവിനിമയം നടത്തും. അതേപോലെ നേരത്തെ പറഞ്ഞ നമ്മുടെ ഒരു വിദഗ്ധ പാനലുണ്ട്, അവരുമായിട്ട് ആശയവിനിമയം നടത്തും. അതിനുശേഷം വേറെ ഏതെങ്കിലും മാറ്റം ചികിത്സാ രീതിയിൽ വേണമെങ്കിൽ തീരുമാനിക്കും. അതിപ്പോൾ അവരിപ്പോൾ നമ്മുടെ ഒരു ടീമിനെ അയച്ചിരുന്നല്ലോ. ഇവർക്കൊരു ബോർഡുണ്ട്, ഈ ഹോസ്പിറ്റലിൽ തന്നെ ഒരു ബോർഡുണ്ട്. അവരായിരിക്കും ജോയിൻ ചേരുക. എന്നാൽ ഈ ടീമുമായിട്ടും നമ്മൾ കണ്ടിട്ടുള്ള വിദഗ്ധ ഡോക്ടർമാരുമായിട്ടും ജില്ലയിൽ ലഭ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട ഡോക്ടർമാരായിട്ട് ആശയവിനിമയം നടത്തിയിട്ടായിരിക്കും തീരുമാനിക്കുക. ആ രൂപത്തിലേക്ക് ഇപ്പോൾ പറയാൻ മെഡിക്കൽ ബുള്ളറ്റിനാണ്. എന്തായാലും അതിഗുരുതരം എന്നായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത്. ഗുരുതരാവസ്ഥയിലാണെന്നാണ് അതിന് ശേഷം കണ്ടിട്ടുള്ളത്. അത് ഇപ്പോൾ വെന്റിലേഷൻ സപ്പോർട്ടുണ്ട്. അത് കുറച്ച് സമയം എന്തായാലും വേണ്ടി വരുന്നത് തന്നെയാണെന്നാണ് അവർ കണ്ടിട്ടുള്ളത്. ഇതാണ് ലെങ്ങിനാണ് ഇപ്പോൾ കേന്ദ്രീകരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇത്തരം മുകളിൽ നിന്നുള്ള വീഴ്ചയാണ്, വാരിയലുകൾക്കുള്ളതുകൊണ്ട് അത് കുറച്ച് സമയം കൂടി തുടരേണ്ടി വരും എന്ന് തന്നെയാണ് കണ്ടിട്ടുള്ളത്. ഇന്നലെ സംസാരിച്ചപ്പോൾ നമ്മളിപ്പോൾ അതിൻ്റെ സമയം, പക്ഷേ ഇത് ഗൗരവമായ ചില പ്രശ്നങ്ങളുണ്ട്. പോലീസ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, അന്വേഷണം നടത്തുന്നുണ്ട്. ഞാനവിടെ ഉണ്ടായില്ല, ഇന്നലെ ബഹുമാനായ MP അവിടെ ഉണ്ടായിരുന്നു. ഇന്നലെ തന്നെ അദ്ദേഹവും പറഞ്ഞിരുന്നു, ഇതൊരു സാധാരണ ഗാലറിക്ക് അനുമതി കിട്ടുന്നതിൻ്റെ സംവിധാനങ്ങൾ അവിടെ ഉണ്ടല്ലോ, ഇത് താഴെ മടത്തം. പക്ഷേ പ്രത്യേകം ഒരു സംവിധാനം അവിടെ തയ്യാറാക്കി അതിലാണ് ഇതിൽ ചെന്നിരുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ ഇപ്പോൾ ഗൗരവമായിട്ടുള്ള അന്വേഷണം തന്നെ സർക്കാർ ഉദ്ദേശിക്കുന്നുണ്ട്. പോലീസ് ആ അന്വേഷണം തുടരുന്നുണ്ട്. വീഴ്ച ഉണ്ടെങ്കിൽ അവർക്ക് ശക്തമായിട്ടുള്ള നടപടികളും സർക്കാർ സ്വീകരിക്കും. വ്യാപകമായ ഒരു പണപ്പിരിവ് അവിടെ നടത്തിയിട്ടുണ്ട്. അതെനിക്കറിയാം. എന്നെ സംബന്ധിച്ച് അപകടം നടന്നപ്പോഴാണ് ഞാനിങ്ങനെ പരിപാടി ഉള്ളതായിരുന്നു അറിയുന്നത്. എൻ്റെ ശ്രദ്ധയിൽ ഇങ്ങനെ പരിപാടിയില്ല. ഞാൻ ആലുവ ഭാഗത്ത് ഞങ്ങൾ ഒന്നിച്ച് കൂനമാവല് പരിപാടി പങ്കെടുക്കേണ്ടതായിരുന്നു. ഈ അപകടം നടന്നപ്പോഴാണ് ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ നടക്കുന്ന കാര്യം ഞാൻ തന്നെ അറിയുന്നത്. അപ്പോൾ അത് ഇത്തരത്തിലുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതും പരാതി ഉണ്ടെങ്കിൽ അവർക്ക് നൽകാം. ആരാണ് സംഘാടകരെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. പോലീസ് ആ പരാതിയും അത്തരം കാര്യങ്ങളുണ്ടെങ്കിൽ അവർക്ക് പോലീസിനെ സമീപിക്കാം. വന്നിട്ടുള്ള എല്ലാ പരാതികളും നമുക്കത് പരിശോധിക്കാം. ഇനിയിപ്പോൾ ഇത്തരത്തിലുള്ള ഒത്തിരിയേറെ കാര്യങ്ങൾ റെക്കോർഡുകൾക്ക് വേണ്ടി നടത്തുന്നുണ്ട്. ചെറുപ്പക്കാരും കുട്ടികളും എല്ലാവരും വരുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ വേണ്ടി വരും. എന്നാൽ ആവശ്യമായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ടാകണം. സംഘാടകരുടെ ക്രെഡിബിലിറ്റി, ഉത്തരവാദിത്വം എല്ലാം നോക്കേണ്ടതുണ്ട്. അത് സംബന്ധിച്ചുള്ള അന്വേഷണം പോലീസ് നടത്തുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഉന്നയിച്ച പോലെയുള്ള പരാതികളുണ്ടെങ്കിൽ അതും പോലീസ് കിട്ടിയാൽ അതും പോലീസ് അന്വേഷിക്കും.
നിങ്ങൾ പൊട്ടിച്ചെടുക്കാം. അവർ കൂടി ആലോചിച്ചു സിദ്ദീഖ് കയറ്റി കാണുകയായിരുന്നു. നിലവിലുള്ള ചികിത്സാ രീതി തുടരും എന്നാണ് മന്ത്രി പി രാജീവ് പറഞ്ഞത്. സർക്കാർ നിയോഗിച്ച വിദഗ്ധ സംഘം പരിശോധന നടത്തുന്നുണ്ട്. ആശുപത്രിയിൽ പ്രവേശിച്ചതിൽ നിന്നും ഉമാ തോമസ് MLA ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ട് എന്നും മന്ത്രി പി രാജീവ് പറയുന്നുണ്ട്. ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരാം, ആശുപത്രിയിലേക്ക് വരാം. ഇപ്പോൾ നമ്മൾ നേരെ പോകുന്നത് കല്ലൂർ സ്റ്റേഡിയത്തിലേക്കാണ്. സ്റ്റേഡിയത്തിൽ നിന്ന് നമ്മോടൊപ്പം രേഷ്മ ബാബു ചേരുന്നുണ്ട്. രേഷ്മ, നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു, അതായത് സ്റ്റേഡിയത്തിൻ്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ GCDA കുറേയധികം നിബന്ധനകൾ അധികൃതരെടുത്ത് വെച്ചിരുന്നു, അല്ലെങ്കിൽ ഈ സംഘാടകരെടുത്ത് വെച്ചിരുന്നു. എന്നാൽ അത് കൃത്യമായി പാലിക്കപ്പെട്ടില്ല എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇക്കാര്യം എന്തായാലും GCDA ചെയർമാൻ ചന്ദ്രൻപിള്ള തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. തങ്ങൾ കുറേയധികം നിബന്ധനകൾ വെച്ചിരുന്നു, ഇതൊന്നും കൃത്യമായി പാലിക്കപ്പെട്ടില്ല എന്ന് GCDA ചെയർമാൻ തന്നെ സ്ഥിരീകരിക്കുന്നുണ്ടല്ലേ? നിഖിൽ, അതായത് സുരക്ഷാ മാനദണ്ഡങ്ങൾ കൃത്യമായിട്ട് ഉറപ്പുവരുത്തണമെന്നുള്ളതായിരുന്നു GCDAയും സംഘാടകരും തമ്മിലുള്ള കരാർ. ഇതിന്റെ വിശദാംശങ്ങൾ ഉച്ചയ്ക്ക് പത്രക്കുറിപ്പിൽ അറിയിക്കാമെന്നാണ് GCDA ചെയർമാനായിട്ടുള്ള K ചന്ദ്രൻപിള്ള അല്പസമയം മുൻപ് മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുള്ളത്. സുരക്ഷാ മാനദണ്ഡങ്ങൾ കൃത്യമായിട്ട് ഉറപ്പുവരുത്തണം. മാത്രമല്ല, ഈ സ്റ്റേഡിയം എന്ന് പറയുന്നത് ഫുട്ബോൾ മത്സരങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ടർഫിന് മോശം വരാത്ത രീതിയിൽ അതോടൊപ്പം തന്നെ മറ്റ് സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കി വേണം പരിപാടി നടത്താൻ എന്നുള്ളതായിരുന്നു നിർദ്ദേശം. പക്ഷേ ആ മാർഗനിർദ്ദേശങ്ങളൊന്നും തന്നെ പാലിക്കപ്പെട്ടില്ല. മറ്റൊരു ആക്ഷേപം കൂടിയുണ്ട്. കാരണം ഈ GCDA ചില കാര്യങ്ങളിൽ കൈയൊഴിയുന്നുണ്ട്. അതായത് കോർപ്പറേഷൻ, ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗം, അതോടൊപ്പം തന്നെ ദുരന്ത നിവാരണ അതോറിറ്റി, ഇവർ കൂടി മറുപടി പറയട്ടെ എന്നുള്ളൊരു നിലപാടാണ് ഇക്കാര്യത്തിൽ GCDA എടുത്തിട്ടുള്ളത്. കരാറിന്റെ വിശദാംശങ്ങൾ പുറത്തു വരുന്ന ഘട്ടത്തിലെ കൂടുതൽ കാര്യങ്ങളും വ്യക്തമാകുകയുള്ളൂ. മറ്റൊരു സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഈ KPPR ആക്ട് പ്രകാരം, അതായത് കേരള പ്ലേസസ് ഓഫ് പബ്ലിക് റിസോർട്ട് ആക്ട് പ്രകാരം, അതിന്റെ ഭേദഗതി ചട്ടങ്ങൾ പ്രകാരം ഏതെങ്കിലും ഒരു പരിപാടി നടത്തുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നിരാക്ഷേപ പത്രങ്ങൾ വിവിധ മേഖലകളിൽ നിന്ന്, വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് വാങ്ങേണ്ടതുണ്ട്. അതായത് ഇലക്ട്രിക്കൽ വിഭാഗത്തിന്റെയും എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെയും അതോടൊപ്പം തന്നെ ഈ സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി സർട്ടിഫിക്കറ്റ്, അത് മന്ത്രി അടക്കമുള്ളവർ പങ്കെടുക്കുന്ന പരിപാടി ആയതുകൊണ്ട് പൊതുമരാമത്ത് വിഭാഗത്തിനും ഇക്കാര്യത്തിൽ ഉത്തരവാദിത്വമുണ്ട്. അതുകൂടാതെ തന്നെ ബന്ധപ്പെട്ട LST, ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഏതാണോ തദ്ദേശ സ്ഥാപനം, ആ തദ്ദേശ സ്ഥാപനത്തിന്റെ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയതിനു ശേഷം നിരാക്ഷേപ പത്രം നൽകേണ്ടതുണ്ട്. ഇക്കാര്യത്തിൽ ആ കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു അപ്പാടെയുള്ള ഒരു വീഴ്ച ഉണ്ടായി എന്നാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം. നിലവിൽ GCDA പറയുന്നത് കോർപ്പറേഷനും അതോടൊപ്പം തന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗം ഇവരൊക്കെ തന്നെ പരിശോധന നടത്തിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു മറുപടി വ്യക്തമാക്കട്ടെ എന്നുള്ളതാണ്. നിലവിൽ ഈ ഒരു താൽക്കാലികമായിട്ടുള്ള സ്റ്റേജ് സംവിധാനത്തിന് യാതൊരു ഘട്ടത്തിലും അനുമതി നൽകിയിട്ടില്ല എന്നുള്ളതാണ് GCDAയുടെ എഞ്ചിനീയറിംഗ് വിഭാഗം നേരത്തെ തന്നെ നമ്മോട് പറഞ്ഞിട്ടുള്ളത്. ഈ നിലവിലുള്ള സ്ഥിരമായിട്ടുള്ള ഗാലറിക്ക് പുറമെ മുകളിലായിട്ടാണ് ഈ താൽക്കാലികമായിട്ട് VIP ഗാലറിയും അതിന് തൊട്ട് മുകളിലായിട്ട് ഈ സ്റ്റേജും ക്രമീകരിച്ചിട്ടുള്ളത്. ഈ സ്വാഭാവികമായിട്ടും സുരക്ഷാ ക്രമീകരണം എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ബാരിക്കേഡ്, ഒരു സുരക്ഷാ ബാരിക്കേഡ് ഒരുക്കേണ്ടതുണ്ട്, ഒരു കൈവരി, ഒരു ബലമുള്ള ഒരു കൈവരി ഒരുക്കേണ്ടതുണ്ട്. അത് ഇവിടെ ഒരുക്കിയിട്ടില്ല. മാത്രമല്ല, ഇത്രയധികം ഹൈറ്റിൽ, ഇത്രയധികം ഉയരത്തിൽ ഒരു സ്റ്റേജ് ക്രമീകരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും വെച്ചിരിക്കേണ്ട മറ്റ് സുരക്ഷാ ക്രമീകരണങ്ങളുമുണ്ട്. അതും ഒരുക്കിയിട്ടില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള മറ്റൊരു കാര്യം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, GCDA കൈയൊഴിയുന്നതിനൊപ്പം തന്നെ ഈ പരിപാടിക്ക് കേവലം വിളക്ക് കൊളുത്താൻ വേണ്ടിയിട്ട് മാത്രമാണ് മുകളിൽ അനുമതി, അല്ലെങ്കിൽ അത് മാത്രമായിരുന്നു പറഞ്ഞിട്ടുള്ളത് എന്നാണ്. അങ്ങനെ വിളക്ക് കൊളുത്താനാണെങ്കിൽ കൂടി ഈ പറയുന്ന വിശിഷ്ട വ്യക്തികളൊക്കെ തന്നെ അവിടേക്ക് കയറേണ്ടതുണ്ട്. അങ്ങനെ ഒരു സ്റ്റേജ് സംവിധാനം ക്രമീകരിക്കാനായിട്ട് വാക്കാലുള്ള ഒരു അനുമതിയെങ്കിലും ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വ്യക്തമാകേണ്ടത്. എന്തായാലും സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള അനുമതികളോ നൽകിയിട്ടില്ല എന്നാണ് GCDA വ്യക്തമാക്കുന്നത്. ദുരന്ത നിവാരണ അതോറിറ്റിക്കും ഇക്കാര്യത്തിൽ ഉത്തരവാദിത്വമുണ്ട് എന്നുള്ളൊരു നിലപാടും GCDA ചെയർമാനായിട്ടുള്ള K ചന്ദ്രൻപിള്ള വ്യക്തമാക്കിയിട്ടുണ്ട്. കരാർ കൃത്യമായിട്ട് പാലിക്കുന്നതിൽ ഒരു വീഴ്ച സംഘാടകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. കാരവൻ അടക്കം അകത്തേക്ക് കയറ്റി എന്നുള്ളതാണ് പറയുന്നത്. അതുതന്നെയാണ് ഞാൻ ചോദിക്കാൻ വരികയായിരുന്നു. അതായത് ആംബുലൻസിന് കയറാൻ മാത്രം അനുവാദം കൊടുത്ത സ്ഥലത്തേക്ക് കാരവൻ അടക്കം പ്രവേശിപ്പിച്ചു എന്നും ചന്ദ്രൻപിള്ള മാധ്യമങ്ങളോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നു.
അതെ നിഖിൽ, അതായത് ആംബുലൻസ് സാധാരണ ഈ കളിയൊക്കെ നടക്കുന്ന സമയത്ത് ആംബുലൻസിനകത്തേക്ക് പ്രവേശിക്കാനായിട്ടുള്ള ഒരു സംവിധാനമൊക്കെ ഉണ്ട്. പക്ഷേ ഈ അതിന് പുറമെ ഒരു ക്യാരവൻ അകത്തേക്ക് കയറി എന്നുള്ളതാണ് ഒരു മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായിട്ട്, കരാറിലെ മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായിട്ട് പ്രവർത്തിച്ചു എന്ന് GCD ആരോപിക്കുന്നത്. ഞാൻ ഈ കാണിക്കുന്ന ദൃശ്യങ്ങൾ ആ ക്യാരവാനിൻ്റെതാണ്. ഇത്തരത്തിൽ അനുമതി ഇല്ലാതെ ക്യാരവൻ പ്രവേശിപ്പിച്ചു. ഒപ്പം തന്നെ നേരത്തെ നിശ്ചയിച്ചിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ അതനുസരിച്ച് വേണം കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങാനെന്നും ഈ ഫുട്ബോൾ മത്സരം ഉള്ള ഒരു അല്ലെങ്കിൽ ഫുട്ബോൾ മത്സരം നടക്കുന്ന സ്റ്റേഡിയം ആയതുകൊണ്ട് തന്നെ അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ആയിരിക്കണം ഒരുക്കേണ്ടതെന്നും വ്യക്തമായിട്ട് കരാറിൽ പറഞ്ഞിട്ടുണ്ട്. ആ കരാറിലെ മാനദണ്ഡങ്ങളും നിർദ്ദേശങ്ങളും ഇക്കാര്യത്തിൽ ലംഘിക്കപ്പെട്ടുവെന്നും പോലീസിന്റെയും ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗം ഫയർഫോഴ്സിന്റെയും റിപ്പോർട്ട് കൂടി പരിഗണിച്ചുകൊണ്ട് സംഘാടകർക്കെതിരെ ഒരുപക്ഷെ നോട്ടീസ് നൽകി ഒരു നടപടിയിലേക്ക് കടക്കുമെന്നാണ് GCD പറയുന്നത്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് നിഖിൽ, അതായത് അപ്പാടെ ഒരു വീഴ്ച സംഘാടകരുടെ ഭാഗത്തു നിന്നുമുണ്ടായി. അതോടൊപ്പം തന്നെ കൃത്യമായിട്ട് ഇത് പരിശോധന നടത്തേണ്ട അധികൃതരുടെ ഭാഗത്തു നിന്നുമുണ്ടായി. കാരണം GCDക്ക് ഇതിൽ നിന്ന് കൈയൊഴിഞ്ഞു മാറാൻ പറ്റില്ല. പ്രധാനമായിട്ടും ഈ സ്റ്റേഡിയം നിയന്ത്രണത്തിലുള്ളത് GCDയുടെ പക്കലാണ്. ഒപ്പം തന്നെ കോർപ്പറേഷൻ ഉണ്ട്, ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗമുണ്ട്. ഇത്തരം ഒരു സ്റ്റേജ് ക്രമീകരിക്കുന്ന സമയത്ത് ആ ഒരു ക്രമീകരണം ആരംഭിച്ച ഘട്ടം മുതൽ എന്തുകൊണ്ടാണ് അത് തടയാതിരുന്നത് എന്നുള്ളൊരു ചോദ്യമാണ് പ്രസക്തമായിട്ടുള്ളത്. ഈ അപകടം ഉണ്ടായ സമയത്താണ് GCD ഇപ്പോൾ ഈ പറയുന്ന സംഘാടകർക്കെതിരെയാണെങ്കിലും മറ്റുള്ളവർക്കെതിരെയാണെങ്കിലും മറുപടി പറയട്ടെ എന്നുള്ളൊരു നിലപാട് പറയുന്നത്. പക്ഷേ ആരാണ് ഇതിനകത്ത് മറുപടി പറയേണ്ടത്? ഒപ്പം തന്നെ ആ സ്റ്റേജ് ക്രമീകരിച്ച് ആ പരിപാടി നടത്തപ്പെട്ട് കഴിഞ്ഞൊരു സാഹചര്യം കൂടിയുണ്ട്. ഈ ഉമാ തോമസ് MLA അപകടം പറ്റി ആശുപത്രിയിലേക്ക് അവരെ മാറ്റിയതിന് ശേഷം ഈ പരിപാടി തുടർന്നു. ആ സ്റ്റേജിൽ തന്നെയാണ് പരിപാടി തുടർന്നത്. അന്നേരവും ഈ പറയുന്ന അധികൃതർ കണ്ണടച്ചു എന്നുള്ളതാണ് ഇതിൽ നോക്കിക്കാണേണ്ട പ്രധാനപ്പെട്ട കാര്യം. നിഖിൽ. ശരി രേഷ്മ, കാരണം ആ സ്റ്റേഡിയത്തിനുള്ളിലേക്ക് ആംബുലൻസിന് മാത്രമാണ് പ്രവേശിക്കാനുള്ള അനുവാദം അല്ലെങ്കിൽ അനുമതി നൽകാറ്. കാരണം താരങ്ങളുടെ താരങ്ങളുടെ ടീം ബസ് പോലും സ്റ്റേഡിയത്തിനുള്ളിലേക്ക് പ്രവേശിക്കാറില്ല. കാരണം അവരെ പുറത്തിറക്കിയതിന് ശേഷം താരങ്ങളകത്തേക്ക് കയറുന്ന ഒരു നടപടിക്രമമാണ് സാധാരണയുള്ളത്. അതായത് അടിയന്തര ഘട്ടം വന്നാൽ ഉപയോഗിക്കുന്ന ആംബുലൻസിന് മാത്രമാണ് സ്റ്റേഡിയത്തിനുള്ളിലേക്ക് പ്രവേശിക്കാൻ അനുമതിയുള്ളത്. അത്തരത്തിലുള്ള സ്ഥലത്തേക്ക് ക്യാരവൻ അടക്കം എത്തിക്കുന്നു. ക്യാരവൻ അടക്കം അവിടേക്ക് സ്റ്റേഡിയത്തിനുള്ളിലേക്ക് എത്തിക്കുന്നൊരു കാഴ്ച, അതിൻ്റെ ദൃശ്യങ്ങൾ, ആ ക്യാരവൻ ഇപ്പോഴും അവിടെയുണ്ട്, അതിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. എന്തായാലും ഗുരുതരമായ സുരക്ഷാ വീഴ്ച ഈ സംഘാടകരുടെ ഭാഗത്തു നിന്നുണ്ടായി എന്ന് വ്യക്തമാണ്. അത് നമ്മൾ GCD ചെയർമാൻ ചന്ദ്രൻപിള്ള അത് വ്യക്തമാക്കി കഴിഞ്ഞു. ഉച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങൾക്ക് വേണ്ടി പ്രത്യേക പത്രക്കുറിപ്പ് പുറത്തിറക്കുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ആശുപത്രിയിലേക്കാണ് പോകുന്നത്. ആശുപത്രിയിൽ ബീന റാണി തുടരുന്നുണ്ട്. ബീന റാണി, 10:30 മെഡിക്കൽ ബുള്ളറ്റിൻ വരും എന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത്. ഒപ്പം തന്നെ മന്ത്രി P രാജീവും ഒപ്പം തന്നെ MP ഹൈബി ഈഡനും ആശുപത്രിയിലെത്തി ഉമാ തോമസ് MLA കണ്ടിരുന്നു. അതിനുശേഷം മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞത് ആരോഗ്യനിലയിൽ നേരിയ പുരോഗതിയുണ്ട് എന്നാണ് മന്ത്രി പറഞ്ഞത്. ആശുപത്രിയിൽ നിന്നുള്ള പുതിയ വിവരങ്ങൾ. നിഖിൽ, ഒരല്പം ആശ്വാസകരമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഉമാ തോമസിൻ്റെ ആരോഗ്യനില സംബന്ധിച്ച് നേരിയ പുരോഗതി ഉണ്ട് എന്നുള്ള തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് മന്ത്രി P രാജീവും ഹൈബി ഈഡൻ MPയും ആശുപത്രിയിലെത്തി ഉമാ തോമസിനെ സന്ദർശിച്ച ശേഷം പുറത്തു വന്നപ്പോൾ നൽകിയ വിവരമനുസരിച്ച് ആരോഗ്യനില ഇപ്പോൾ തൃപ്തികരമാണെന്ന് പറയുന്നു. അതായത് നിലവിലുള്ള ചികിത്സാ രീതി തുടരും, വെന്റിലേഷനിൽ തന്നെ തുടരുകയാണ്. എന്നാൽ അതിഗുരുതരം എന്നുള്ള അവസ്ഥ നിന്ന് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു CT സ്കാനും കൂടെ ചെയ്യാനായി ഉമാ തോമസിനെ കയറ്റിയിരിക്കുകയാണ്. അതിൻ്റെ റിസൾട്ട് കൂടി വന്നതിന് ശേഷം മാത്രമേ ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറക്കൂ എന്നും അവർ പറയുന്നുണ്ടായിരുന്നു. ഒപ്പം തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് എത്തിയ വിദഗ്ധ സംഘത്തിൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചും അതുപോലെ തന്നെ മറ്റ് പരിശോധനകളും എല്ലാം തന്നെ കർശനമായി തുടരുന്നുണ്ട്. കോട്ടയത്ത് നിന്നെത്തിയ അന്വേഷണ സംഘം ഇപ്പോൾ മടങ്ങിയിരിക്കുകയാണ്. നിലവിലുള്ള ചികിത്സാ രീതി തുടരാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും അപകടനില തരണം ചെയ്തു എന്ന് പറയാറായിട്ടില്ല എന്ന് പറയാൻ കാരണം 24 മണിക്കൂർ നിരീക്ഷണത്തിലാണ് ഇപ്പോഴും ഉമാ തോമസ് ഉള്ളത്. അതുകൊണ്ട് അത് ഒരു വഴിക്ക് നടക്കുന്നുണ്ട്. പക്ഷേ മറ്റ് പരിശോധനകൾ, അതായത് ശരീരം മുഴുവൻ ഉള്ള എക്സ്റേയും സ്കാനിങ്ങും മറ്റും എടുത്തതിൽ വേറെ വലിയ പരിക്കുകൾ കാണുന്നില്ല. ആദ്യം ഉണ്ടായിരുന്ന പരിക്കുകൾ തന്നെയാണുള്ളത്. അത് തന്നെ ഏതാണ്ട് സ്റ്റെബിലൈസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് മന്ത്രി ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ഇപ്പോഴുള്ള ചികിത്സാ രീതി തന്നെ തുടരാനാണ്
സാധ്യത. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്ന പോലെ തന്നെ ഉമാ തോമസിനെ ഇവിടെ ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ ശ്വാസകോശ സംബന്ധമായ അതിഗുരുതരമായ ഒരവസ്ഥയിൽ തന്നെയായിരുന്നു. അവർ വലിയ അസ്വസ്ഥത പ്രകടിപ്പിച്ചിരുന്നു. അതിന് പ്രധാന കാരണം വാരിയലിനേറ്റ മുറിവ് നിമിത്തം ശ്വാസകോശത്തിൽ രക്തം കട്ട പിടിച്ച് അവർക്ക് ശ്വാസം കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ബ്രോങ്കോസ്കോപ്പി അടക്കമുള്ള പരിശോധനകൾ അടിയന്തരമായി നടത്തുകയും ഒപ്പം തന്നെ ക്ലോട്ട് നീക്കം ചെയ്യുകയും ചെയ്തതോടെയാണ് അസ്വസ്ഥതയ്ക്ക് ഒരു ശമനം ഉണ്ടാകുന്നത്. എന്തായാലും ആരോഗ്യനിലയിൽ ഇപ്പം നേരിയ പുരോഗതി, അതായത് വലിയ രീതിയിൽ ആരോഗ്യത്തിന് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് നീങ്ങിയിട്ടില്ല എന്ന് തന്നെയാണ് ആശുപത്രി അധികൃതർ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. സ്റ്റേബിളായിട്ട് ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ 24 മണിക്കൂർ കഴിഞ്ഞാൽ മാത്രമേ അപകടനില തരണം ചെയ്തു എന്ന് പറയാനാവൂ. പ്രധാനമായും പരിക്ക് നട്ടെല്ലിനും തലച്ചോറിനുമാണ്. തലച്ചോറിനേറ്റ പരിക്ക് ഒരുപക്ഷെ പെട്ടെന്ന് പരിഹരിക്കാനാവുന്നതല്ല എന്ന് ഡോക്ടർമാർ വ്യക്തമാക്കുന്നുണ്ട്. അത് സമയം എടുത്ത് ചെയ്യേണ്ട ഒരു പ്രക്രിയയാണ്. തീർച്ചയായും തലച്ചോറിനേറ്റ ക്ഷതം ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാനും സാധ്യതയുണ്ട് എന്ന് ഡോക്ടർമാർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. അതോടൊപ്പം മന്ത്രി വ്യക്തമാക്കിയ മറ്റൊരു കാര്യം, ഏതെങ്കിലും തരത്തിൽ കലൂർ സ്റ്റേഡിയത്തിൽ നടന്ന നൃത്ത പരിപാടിയിൽ ഏതെങ്കിലും തരത്തിൽ സംഘാടനത്തിൽ വീഴ്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ പരാതികളും പരിശോധിക്കും. സുരക്ഷാ വീഴ്ചയ്ക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ കർശന നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. എന്തായാലും ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ പരാതികൾ പുറത്തു വരുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ പരിശോധനകൾ നടക്കുന്നുണ്ട്. ഇതിലെല്ലാം തന്നെ കൃത്യമായ നടപടി ഉണ്ടാകുമെന്ന് മന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ആശുപത്രിയിൽ ഇപ്പോൾ ഉമാ തോമസിനെ CT സ്കാനിങ്ങിലേക്ക് കയറ്റിയിരിക്കുന്നതിനാൽ എപ്പോൾ മെഡിക്കൽ റിപ്പോർട്ട് അല്ലെങ്കിൽ അടുത്ത മെഡിക്കൽ ബുള്ളറ്റിൻ എപ്പോൾ പുറത്തിറങ്ങുമെന്ന് ഇപ്പോൾ വ്യക്തമായി പറയാനാകുന്നില്ല. അതിൻ്റെ റിസൾട്ട് കൂടി വന്ന ശേഷം മാത്രമായിരിക്കും ഉമാ തോമസിൻ്റെ ആരോഗ്യനില സംബന്ധിച്ച ഏറ്റവും പുതിയ വിവരങ്ങൾ നമുക്കറിയാൻ പറ്റുന്നത്. ശരി ബീന റാണി, എന്തായാലും ഉമാ തോമസിൻ്റെ ആരോഗ്യസ്ഥിതിയിൽ നേരിയ പുരോഗതി ഉണ്ട് എന്ന് മന്ത്രി പി രാജീവ് മാധ്യമങ്ങളെ അറിയിച്ചിട്ടുണ്ട്. ഇതിൽ തന്നെയും നിരീക്ഷണത്തിൽ തുടരുകയാണ്. 24 മണിക്കൂർ നിരീക്ഷണമുണ്ട്. നിരീക്ഷണത്തിൽ തുടരുകയാണ്. ഒപ്പം തന്നെ GCയുടെ ഭാഗത്തു നിന്നുള്ള ഔദ്യോഗിക പ്രതികരണവും വന്നിട്ടുണ്ട്. ഇതിൻ്റെ വിവരങ്ങൾ നൽകുകയായിരുന്നു GCയുടെ ഭാഗത്തുനിന്ന് പ്രതികരണത്തിൻ്റെ വിവരം. സ്റ്റേഡിയത്തിനുള്ളിൽ നിന്ന് രേഷ്മ ബാബുവും ഒപ്പം തന്നെ പാലാരിവട്ടത്തെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് ബീന റാണിയുമാണ് വിവരങ്ങൾ പങ്കുവച്ചത്.